നമസ്തേ. 2026 വിഷുഫലം. പുണർദ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ലൊരു ഫലമാണ്. പുണർദ നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗമാണ് നമുക്ക് മിഥുനത്തിലുള്ളത്. ആ മുക്കാൽ ഭാഗത്തിലുള്ളവർക്ക് ഏറ്റവും നല്ലൊരു സമയവും കാൽഭാഗം നമുക്ക് കർക്കിടകത്തിലാണ് വരുന്നത്. കർക്കിടകക്കാരെ സംബന്ധിച്ചും അവർക്ക് ഏറ്റവും നല്ലൊരു ഭാവത്തിലേക്ക് തന്നെയാണ് ഈ ഒരു വർഷം നിലനിൽക്കുന്നത്. അപ്പോൾ കർക്കിടക രാശിയിൽ വരുന്ന പുണർദ നക്ഷത്രത്തിൻ്റെ ആ വ്യാഴം ഒരു ജൂൺ മാസത്തോടു കൂടി നമുക്ക് ആ ലഗ്നത്തിൽ തന്നെ വ്യാഴം വരികയാണ്. ആ ചന്ദ്രനോട് കൂടി തന്നെ വ്യാഴം വരുമ്പോൾ ഏറ്റവും നല്ല ഒരു ഭാവത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, രാജയോഗം എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അതേപോലെ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് 2ലാണ്. സാമ്പത്തികമായിട്ട് ധാരാളം കാര്യങ്ങൾ വരും. നമ്മുടെ വാക്കുകൾ വളരെ സൂക്ഷിക്കണം. ചില സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ തർക്കത്തിലൂടെ അത് പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ തർക്കങ്ങളില്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ല രാശിയിലേക്ക് ഈ പുണർദ നക്ഷത്രക്കാർക്ക്, മിഥുനക്കൂറുകാർക്കാണെങ്കിലും കർക്കിടകക്കൂറുകാർക്കാണെങ്കിലും ഏറ്റവും നല്ലൊരു സമയമാണ് ഈ ഒരു വർഷം മുഴുവൻ കിട്ടുന്നത്.